ഹായ് അസ്സാം വലൈക്കും. എന്താക്കുന്നു? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ജാനാവളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാഴ്ച എൻ്റെ മുകളിലായെന്ന് തോന്നുന്നു ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്ത. എന്ത് മടി, ഇപ്പോൾ ഭയങ്കര മടിയാണ് വീഡിയോസ് എല്ലാം ചെയ്യാൻ. എന്തെന്നറിയാല, വീഡിയോസിന് വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ മടിയാണ്. പിന്നെ വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ വാച്ച് ഓവറെല്ലാം കുറഞ്ഞുകൊണ്ട് പോകുന്നില്ലേ. അതിനെ കൊണ്ട് ഞാൻ വീഡിയോ ഇടാതെ കയ്യാലാലിയിട്ട് ഇന്നൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതെന്തെന്നറിയോ, ഇതില്ലേ പാക്കറ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല കൂമ്പള്. ഇപ്പോൾ നമ്മുടെ പേരൻ്റെ അടുത്തെല്ലാം ഉണ്ടാകുന്നല്ലേ കൂമ്പള്, നല്ല കൂമ്പളും ഉണ്ട്, വെടുക്ക് കൂമ്പളെല്ലാം ഉണ്ടാകുന്നല്ലേ. ഇപ്പോൾ ഇത് എൻ്റെ പേരൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയതല്ല, ഇത് പാക്കറ്റായിട്ടില്ലേ പീടികയിൽ വിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് കൊണ്ടുവരലുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത്. ഇത് നല്ല ഉണ്ടാവും ഇതിൻ്റെ കറി. അപ്പോൾ ഇതെങ്ങനെ ഞാൻ കറി വെച്ച് ഇതെല്ലാം ഞാൻ കാണിച്ചു തരാവാ. ഇത് മുറിച്ചിട്ട് കൈയിട്ടെല്ലാം വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ടെല്ലാം എടുത്തിന്. അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനത്തെ കുമ്പള കറിയൊക്കെല്ലാം പാക്കറ്റ് കൊടുന്നിട്ട് എല്ലാം കമൻ്റ് ആക്കണവാ. ഇത് പിന്നെ നമ്മളെ പേരൻ്റെ അടുത്ത് നിന്നല്ല ഇപ്പോൾ കിട്ടുന്ന അങ്ങനത്തെ കുമ്പള, പിന്നെ ഈ പാക്കറ്റ് കുമ്പളെല്ലാം കൊടുന്നിട്ട് നിങ്ങൾ കറി വെച്ചിട്ട് എല്ലാം കമൻ്റ് ആക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് തേങ്ങ എണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിന്. തേങ്ങ എണ്ണ ഒഴിച്ചിട്ടായിട്ട് എണ്ണ എല്ലാം ചൂടാകുമ്പോൾ ഇല്ലേ ഇതിലേക്ക് ഉള്ളി ഇട്ടിട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ വെക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം. ഞാനിപ്പോൾ ചോറിൻ്റെ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളാക്കിയിട്ട് വെച്ചിരുന്നത്. മുള് ബർബല്ല, വറുത്ത കറിയല്ല, മുളാക്കിയിട്ട് വെച്ചിരുന്നത്. ഞാൻ കുമ്പള് കിട്ടിയെങ്കിലേ ഇങ്ങനെ കറി വെക്കൽ, എപ്പോഴും ചോറ്റിൻ്റെ ഒക്കെ ഇങ്ങനെ മുളാക്കിയിട്ട് ഞാൻ വെക്കൽ. നിങ്ങളെല്ലാം എങ്ങനെ വെക്കുന്നത് എല്ലാം കമൻ്റ് ആക്കവാ. അപ്പോൾ ഉള്ളിയെല്ലാം കാഞ്ഞിട്ട് വരുമ്പോൾ വെള്ളുള്ളി ഇഞ്ചി എല്ലാം ഇട്ടിട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് കറിച്ചപ്പല ഇട്ടിട്ട് കൊടുത്ത്, പിന്നെ തക്കാളി ഇട്ട് ഇതെല്ലാം നല്ല കുറച്ച് പാടിയിട്ട് വരുമ്പോൾ ഇല്ലേ ഇതിലേക്ക് മുളകിൻ്റെ പൊടി ഇട്ടിട്ട് കൊടുക്കുക. ഞാൻ ഒരു സ്പൂണില്ലേ മുളകിൻ്റെ പൊടി ഇട്ടിട്ട് കൊടുത്തിന്. 1 ടീസ്പൂണല്ല, 1 സ്പൂൺ തന്നെ ഇട്ടിട്ട് കൊടുത്തിന്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് കൊടുത്തിന് ഇതിലേക്ക്, പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ട് കൊടുത്തിന്. പിന്നെ കുരുമുളകിൻ്റെ പൊടി ബാണാങ്ക് ഇട്ടിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടില്ലേ കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് കൊടുത്തിന്. മുളകിൻ്റെ പൊടി 1 സ്പൂൺ ഇട്ടിട്ട് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ടില്ലേ നന്നായി മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കിയിട്ട് എടുക്കണം. എടുത്തിട്ടായിട്ട് ഇതിലേക്ക് നല്ല ചൂട് വെള്ളം തന്നെ ഒഴിച്ചിട്ട് കൊടുക്കണം. ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടായിട്ടില്ലേ നല്ല ചൂട് വെള്ളം തന്നെ ഒഴിച്ചിട്ട് കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടായിട്ടില്ലേ ഇതിലേക്ക് ഞാൻ പുളി ഇടുന്നില്ല. ഒരു ചെറിയ തക്കാളി ഇട്ടിന്, ചെറിയ കഷ്ണം തക്കാളി ഇട്ടിന്. ഞാൻ ഇതിലേക്ക് മാങ്ങ ഇട്ടിട്ട് കൊടുക്കുന്നത്. ഇതൊരു വലിയൊരു മാങ്ങ കൊടുത്തിട്ടുണ്ടായി. ആ മാങ്ങ ചെറിയ കഷ്ണമാക്കിയിട്ട് എന്നാൽ പകുതി ഞാൻ ഇട്ടിട്ട് കൊടുത്തിന്. കുറേ ഒന്നും ഇട്ടിട്ടില്ല, ചെറിയൊരു കഷ്ണം ഇട്ടിട്ട് കൊടുത്തിനത്. ഇനി ഇത് നമുക്ക് മൂടിയിട്ട് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാം. തിളച്ച ശേഷമാണ് കുമ്പളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തിളച്ചിട്ടായിട്ട് കുമ്പളിട്ടിട്ട് കൊടുക്കുന്നത്. നല്ല പോലെ തിളച്ചിട്ട് വന്നിനിപ്പോൾ. ഇനി ഇതിലേക്ക് കുമ്പളിട്ടിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുമ്പള എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിഞ്ഞിനാ, കൂണുണ്ടല്ലേ, കൂണിനാണ് കുമ്പള് എന്ന് പറയുന്നത്. ഞങ്ങൾ കാസർഗോട്ടാർ കുമ്പള് എന്ന് പറയുന്നത്. കൂണ് നല്ല ടേസ്റ്റ് ഉണ്ട്, ഇറച്ചിക്കറി പോലെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി. ഇതിപ്പോൾ ഞാൻ തിളച്ചിട്ടായിട്ട് ഇതിനെല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് നേരം മൂടിയിട്ട് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണോ. ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ടാകുന്ന നോക്കണം, ഇല്ലെങ്കിലേ ആദ്യം വേണമെങ്കിൽ നമ്മൾ ഇട്ടിട്ട് കൊടുക്കണം. കറക്റ്റ് ഉണ്ടാകുന്നെല്ലാം നോക്കണമല്ലോ. ഇപ്പോൾ മുളെല്ലാം നിങ്ങൾക്ക് വേണ്ടി എത്ര ഇട്ടിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 1 സ്പൂണ് മുളകിൻ്റെ പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ഇട്ടിന്. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ഇത് മുളെല്ലാം കറക്റ്റായിട്ടുണ്ടായി. ഇപ്പോൾ ഇതെല്ലാം തിളച്ചിട്ട് വന്നിന്, വെന്തിട്ടില്ല. ഇത് കുറച്ച് ജാസ്തിയല്ലേ ഈ കുമ്പളിന്. ഇപ്പോൾ ഈ കുമ്പളിനില്ല നല്ല ഉണ്ടാഞ്ഞ് വെന്തിട്ടില്ല, കുറേ ടൈം പിടിച്ചിന് വേകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല വെന്തിട്ടായിട്ട് എടുക്കണം. അപ്പോൾ നല്ല ഇറച്ചിക്കറി പോലെയാണ്, നല്ല ഇറച്ചിൻ്റെ പീസില്ല തോന്നുന്നില്ലേ, അങ്ങനെയാണ് ഈ കുമ്പള്.
ഇതിൽക്ക് മാങ്ങ വേണ്ടാത്തവർക്ക് പുളി ഇട്ടിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മാങ്ങ ഇട്ടിട്ട് കൊടുത്തിന്. തക്കാളി വേണ്ടവർക്ക് 2 തക്കാളി തന്നെ ഇട്ടിട്ട് കൊടുക്കാം. എങ്ങനെ വേണം കൂടാ. ഞങ്ങൾക്കിവിടെ മാങ്ങ ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ എല്ലാത്തിനും മാങ്ങ തന്നെ അധികം ഇടൽ. മഞ്ഞത്തണ്ണിക്കായെങ്കും ചാറ്റിനായെങ്കും പിന്നെ എന്തിനും ഞങ്ങൾ മാങ്ങ തന്നെ അധികം ഇടുന്നത്. ഇപ്പം മാങ്ങ ഇല്ലാത്ത സമയമായെങ്കിൽ പുളി ഇട്ടിട്ട് കൊടുക്കും, കിട്ടാത്ത സമയമായെങ്കിൽ. അല്ലെങ്കിൽ മാങ്ങ തന്നെ എല്ലാത്തിലേക്കും ഞങ്ങൾ യൂസ് ആക്കുന്നത്. ഞങ്ങൾക്ക് മാങ്ങ ഇട്ട കറി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് കുറച്ച് മുളല്ലേ, മുകളിലേക്ക് മാങ്ങ തന്നെ ഇട്ടിട്ട് കൊടുത്തിനത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പറ്റിയിട്ട് വന്നിന്. ഇത് റെഡി ആയിനിപ്പോൾ. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ടിനാ? നിങ്ങളിങ്ങനെ കറി വെക്കലുണ്ടാ? ഇതെല്ലാം ഇപ്പോൾ പറ്റിയിട്ട് വന്നിട്ടില്ലേ, നല്ല അതിനവ. ഇത് ഈ പീസെല്ലാം ഇല്ലേ, ഇറച്ചിൻ്റെ പീസില്ലേ, അങ്ങനെ ഉണ്ട് നമുക്ക് തിന്നുമ്പോൾ. നിങ്ങളിങ്ങനെ കറി വെച്ചിട്ടുണ്ടാ? മുമ്പെല്ലാം കറി വെച്ചിനാ? എല്ലാം കമൻ്റ് ആക്കാവാ. ഇത് ഫസ്റ്റ് കാണുന്നയാ. ഇത് കൂണ് സാധനം. ഞങ്ങളിവിടെ കാസർഗോട്ട് അറിയുന്ന കുമ്മിളെന്ന് പറയുന്നതവാ. പല നാട്ടിലും പല പേരല്ലേ ഇതിന്. കൂണ്, കുമ്മിള്, പിന്നെ എന്ത് വേറെ നാട്ടിലെല്ലാം വേറെ എന്തെല്ലാം പറയുന്നുണ്ടാവും. അതൊന്നും ഞങ്ങൾക്കറിയാലോ. ഇപ്പോൾ ഞങ്ങൾ കുമ്മിളെന്ന് പറയും. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എല്ലാം കമൻറ്റിലൂടെ അറിയിക്കണവേ. നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നു, എല്ലാവരും ചെല്ലലുണ്ട് നിൻ്റെ വീഡിയോ ഞാൻ കാണുന്നു. അപ്പോൾ ഒരു ഇമോജെങ്കിലും ഇല്ലേ കമൻ്റായിട്ട് ഇടണവേ. നിങ്ങൾ കാണുന്നതെന്ന് ഒരു ഇമോജെങ്കിലും കമൻ്റായിട്ട് ഇട്ടെങ്കിൽ മതി. പിന്നെ എല്ലാവരും പറയുന്നത് നല്ലതാണ് വീഡിയോ. ഇപ്പോൾ ഞങ്ങൾക്ക് കുറേ അടുത്ത് മംഗലത്തിൻ്റെ അടുത്ത് നല്ല കണ്ടിട്ടാകുമ്പോൾ എല്ലാവരും പറഞ്ഞു വീഡിയോ നല്ലതാണ്, നല്ല പറഞ്ഞിനെ. അപ്പോൾ സന്തോഷമാണെന്നവാ. പിന്നെ ഭയങ്കര മടി, വീഡിയോ ഇടാനേ കഴിയുന്നില്ല. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര മടിയാണ്. അങ്ങനെ കുറേ ദിവസമായി ഇപ്പം വീഡിയോ ഒന്നും ഇടാത്ത. നെയ്യിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് കൊടുത്ത് ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കുറച്ച് തന്നെ അതിനത്. ഇപ്പോൾ നമുക്ക് വെള്ളമെല്ലാം വറ്റിയിട്ട് വന്നിട്ടാകുമ്പോൾ കുറച്ചായിട്ടുള്ളത്. ഒരു പാക്കറ്റിൽ കുറച്ചുണ്ടായല്ലോ കുമ്മിള്. അപ്പോൾ ഇത് കറിയെല്ലാം റെഡിയായി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കറിയെല്ലാം ഇങ്ങനെ ആയിന്. നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങളെല്ലാം അഭിപ്രായം രേഖപ്പെടുത്തണമെങ്കിലേ വാ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര തന്നെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടേ. അടുത്ത വീഡിയോയിൽ വരാം. ബായ്, അസ്സലാമു അലൈക്കും.